നിയമസഭയിൽ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നതിനിടയിൽ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരേണ്ടതില്ലെന്ന വി.ഡി. സതീശന്റെ കർശന നിലപാടിന് വഴങ്ങി കോൺഗ്രസ്. ആരോപണങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ പാർട്ടിക്ക് ഇപ്പോഴും ലഭ്യമല്ല. ഏത് നിമിഷവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്ന സ്ഥിതി നിലവിലുണ്ട്. ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് രാഹുൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന ആരോപണവും ഒടുവിൽ ഉയർന്നിട്ടുണ്ട്. ഒരു പ്രമുഖ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഒരു കാരണവശാലും രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. സഭയിൽ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഭരണപക്ഷം ആയുധമാക്കുമെന്ന ഭയം നിലവിലുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷം MLA-മാർക്കും. എന്നാൽ എ ഗ്രൂപ്പിലെ ചിലർക്ക്, പ്രത്യേകിച്ച് KC ജോസഫ്, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവർക്ക് രാഹുൽ സഭയിൽ വരുന്നതിൽ എതിർപ്പില്ല. ഇവരാണ് രാഹുലിനെ പിന്തുണച്ചിരുന്നത്. ഇവരോടൊപ്പം രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. തന്റെ നിർദ്ദേശം ധിക്കരിച്ച് സഭയിൽ സ്ഥിരമായി വരാൻ ശ്രമിച്ചാൽ നിലപാട് വിശദീകരിക്കുന്നതിനോടൊപ്പം പരാതികളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ നിർബന്ധിതരാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതോടെയാണ് എ ഗ്രൂപ്പ് നിലപാട് മയപ്പെടുത്തിയത്. CPM-ലെ പീഡകരുടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കുന്നതിനേക്കാൾ കോൺഗ്രസ് എടുത്ത ധീരമായ നിലപാടിനൊപ്പം നിൽക്കുന്നതാണ് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുകയെന്ന സതീശന്റെ നിലപാടിനെ AICC നേതൃത്വം, പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി പിന്തുണയ്ക്കുന്നു. തന്റെ നിലപാട് വിശദീകരിക്കാൻ അനുമതി തേടി രാഹുൽ കാണാൻ ശ്രമിച്ചെങ്കിലും ദീപാദാസ് അതിന് തയ്യാറായില്ല. മുതിർന്ന വനിതാ നേതാക്കളോട് പോലും രാഹുൽ മോശമായി പെരുമാറിയെന്ന വിവരം അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ലഭിച്ച മുൻതൂക്കം ഈ ലൈംഗിക ആരോപണങ്ങളിലൂടെ ഇല്ലാതാക്കിയെന്ന പൊതുവികാരം പാർട്ടിയിൽ ശക്തമാണ്. രാഹുലിന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടും അതിൽ ഒരു തരിമ്പ് പോലും പശ്ചാത്താപം കാണിക്കാത്ത നിലപാടിനോട് അമർഷവുമുണ്ട്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും ആരോപണങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. സോഷ്യൽ മീഡിയയിലെ പിന്തുണ വോട്ടായി മാറില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. രാഹുലിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ഉണ്ടായിരുന്ന M സ്വരാജ് നിലമ്പൂരിൽ പരാജയപ്പെട്ട ഉദാഹരണം രാഹുൽ വിരുദ്ധ ചേരി ചൂണ്ടിക്കാണിക്കുന്നു. നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് അകമ്പടി പോയ യൂത്ത് കോൺഗ്രസ് നേതാവ് നേമം ഷജീറിനോടും പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ നീരസം പരസ്യമാക്കി. നിയമസഭയിലെ മുറിയിൽ എത്തിയിട്ടും സതീശൻ ഷജീറിനെ കാണാൻ കൂട്ടാക്കിയില്ല. സഭയിലേക്ക് പോകുമ്പോൾ പിന്നാലെ ചെന്ന് കാണാൻ ശ്രമിച്ചുവെങ്കിലും സതീശൻ വഴങ്ങിയില്ല. രാഹുലിന്റെ കോൺഗ്രസിലേക്കുള്ള മടക്കം അത്ര എളുപ്പമായിരിക്കില്ല. രാഹുലിനെ തിരിച്ചെടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സതീശൻ. അതേസമയം രാഹുൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി. പാലക്കാട് മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് വേഗത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളനുസരിച്ച് രാഹുലിന് കോൺഗ്രസിൽ ഇനിയൊരു ഭാവിയുമില്ലെന്നാണ് സൂചന. കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.